Good morning. Good morning. എന്താണ് കേൾക്കുന്നില്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എവിടെ വരെയാണ് ഇന്ന് എടുത്തു നിർത്തിയത്? ട്രെയിനിങ് വരെ അല്ലെ? അത് കംപ്ലീറ്റ് ആയിരുന്നോ ട്രെയിനിങ്? ട്രെയിനിങ് കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് നേരത്തെ മിസ് പറഞ്ഞിരുന്നു ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ എടുക്കാനുണ്ട് അല്ലെ? എടുക്കാനില്ലേ? അക്രഡിറ്റേഷന്റെ ആ ഒരു പ്രോസസ് അല്ലെ? അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ആ ഒരു പിക്ചർ അല്ലെ? അപ്പൊ അത് നമുക്ക് ഇനി നോക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് അതിലെ ടേംസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. ഉണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യമേ എടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ, ശരി. അപ്പൊ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നിനും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഹാഫ് ഉള്ളോ? അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറയുന്ന ഭാഗം തുടങ്ങി താഴേക്ക് കാണുന്നുണ്ടെന്നാ മിസ് ചോദിച്ചേ. ഫുൾ ആയിട്ടില്ല. ഓക്കെ ഓക്കെ, എല്ലാവരുടെയും ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ഹാഫ് ഉള്ളൂ ആണോ? ഓക്കെ ഓക്കെ, മിസ് ഇവിടെ നിന്ന് ഇൻഫോം ചെയ്തേക്കാട്ടോ. അപ്പോ തൽക്കാലത്തേക്ക് നിങ്ങളെ മിസ് പറയുന്ന സമയത്ത് നോട്ട് ചെയ്തേ. ഓക്കെ, ഇല്ലാത്തത് എവിടെയാണെന്നൊക്കെയുള്ളത് മിസ്സിന് ഇപ്പൊ ഇവിടെ ഓൾറെഡി കാണുന്നത് കൊണ്ട് അറിയില്ല എവിടെ വരെയാണ് നിങ്ങൾക്ക് ഓൾറെഡി എന്നുള്ളത്. അപ്പൊ താഴേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെ വരാറില്ല. ജസ്റ്റ് ആകെ വരാവുന്നത് നമ്മുടെ ഫ്ലോ ചാർട്ട് ഒക്കെ വരുമ്പോ തരില്ലേ, ഒരു മിസ്സായിട്ട് എന്താണ് ഇന്ന പ്രോസസ് ആണ് അവിടെ ഡാഷ് ഇട്ട് കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ. അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോ ചാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇത് ലാസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിട്ട് എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അത് ഇല്ലാത്ത പോർഷൻസ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴേക്ക് ഇവിടെ പിക്ചർ മിസ് ഓൾറെഡി മിക്സ് ഇട്ടത് കാണുന്നുണ്ടോ? പ്രസന്റ് ചെയ്ത പ്രസന്റേഷൻ കാണുന്നുണ്ടോ? അതിലെ പിക്ചർ ഒക്കെ കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് മിസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ എവിടെയാണ് ഇല്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആരോ മാർക്ക് ഇട്ട് അതിന്റെ താഴെ എഴുതി വെച്ചോട്ടോ. അല്ലെങ്കിൽ വേറൊരു പേജിലോ എന്തെങ്കിലും ഒരു ബുക്കിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാട്ടോ. ഇനി ഉള്ള ടെക്സ്റ്റുകൾ എന്തോ എന്താ പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും വന്നത് കേട്ടോ. അതൊന്ന് ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, ശരി. അപ്പോ അക്രഡിറ്റേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് മുഴുവൻ. ഇനി നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഇവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ്, നാബിന്റെ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ് ആണ് നമ്മൾ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി. കണ്ടല്ലോ, സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും എന്ത് വേണം? സ്റ്റാൻഡേർഡ്സ് മിനിമം 3 മാസമെങ്കിലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതല്ലേ
ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു അക്രഡിറ്റേഷന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് എന്നൊരു ക്വസ്റ്റ്യൻ വരാണെന്ന് വിചാരിക്കാം. ജസ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയായിരിക്കും എന്നറിയാം. ഫസ്റ്റ് വൺ ഓപ്ഷൻ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് ഫീ പേയ്മെന്റ് ഓഫ് ഫീ അടയ്ക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ ചിലപ്പോ എന്താണ് അസസ്മെന്റ്, ഇപ്പൊ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ്, ഇപ്പോ ഓൺസൈറ്റ് അസസ്മെന്റോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യുക. നാലാമത്തെ ഓപ്ഷൻ കിടക്കുന്നത് ഇംപ്ലിമെന്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months. ഇതിൽ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം? സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി എവിടെ നിന്നാ തുടങ്ങുന്നേ? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? മിനിമം ഒരു 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് അല്ലേ? അത് കഴിഞ്ഞേ ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ, എന്നാലല്ലേ അവർ എലിജിബിൾ ആവുള്ളൂ അല്ലെ? പക്ഷെ മിക്ക കുട്ടികളും തെറ്റിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ പഠിച്ച പ്രോസസ്സിൽ എന്താ തുടങ്ങിയേ? ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് മുതലല്ലേ? ആ ഒരു ഓപ്ഷൻ കൊണ്ടുപോയി ആൻസർ ചെയ്യും, അപ്പൊ തെറ്റിപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരിക്കലും തെറ്റില്ല, അല്ലാത്ത ആൾക്ക് മിസ്റ്റേക്ക് വരാട്ടോ. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി എപ്പോഴും ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇംപ്ലിമെന്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months. എന്താ? ആ ഒരു ഓർഗനൈസേഷനിൽ മിനിമം 3 മാസമെങ്കിലും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. ക്ലിയർ ആണോ ആ ഒരു പ്രോസസ്സ്? ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയത് ആയതുകൊണ്ടാണ് മിസ് പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? എന്താണ് റിപ്ലൈ ഇല്ലാതെ? ഓക്കെ ശരി. നെക്സ്റ്റ് അതിനുശേഷം നോക്കിയേ, ആപ്ലിക്കേഷൻ ഫോം പ്ലസ് ഡോക്യുമെന്റ്സ് പ്ലസ് ആപ്ലിക്കേഷൻ ഫീ അല്ലേ? ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ഓൺലൈൻ അറ്റ് നാബ് ഇന്റർനാഷണൽ വെബ്സൈറ്റ്. നാബിന്റെ ഇന്റർനാഷണൽ വെബ്സൈറ്റില് ആപ്ലിക്കേഷൻ ഫോമും അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും ആപ്ലിക്കേഷൻ ഫീയും നമ്മൾ സബ്മിറ്റ് ചെയ്യും. ശരിയല്ലേ? സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളിപ്പോ ആ താഴേക്കുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോഴത്തേക്കുള്ളതൊന്നും നോക്കണ്ട, താഴേക്കുള്ളത് മാത്രം നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം അക്നോളജ്മെന്റ് ആൻഡ് സ്ക്രൂട്ടനി ഓഫ് ആപ്ലിക്കേഷൻ ബൈ നാബ് സെക്രട്ടേറിയറ്റ്. എന്ത് ചെയ്യുന്നു? നാബ് സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധന നടത്തുന്നു അല്ലെ? ഇനി അതിനുശേഷം നാബ് സൂക്ഷ്മ പരിശോധന നടത്തി ആ ഒരു ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആണ്, പൂർണ്ണമാണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താ? ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. എന്താണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്? ഡെസ്ക്ടോപ്പ് അസസ്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ സാധാരണയായിട്ട് വിലയിരുത്താനാണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റുകൾ നടത്താറ് അല്ലെ? ഇനി അത്രയ്ക്ക് നമ്മുടെ നേരിട്ട് ഓൺസൈറ്റ് വരാൻ പറ്റാത്ത ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഉള്ള സമയത്താണ് നമ്മൾ ഓൺലൈൻ അസസ്മെന്റ് നടത്താൻ പറ്റാത്ത സമയങ്ങളിലാണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് അല്ലാതെ നടത്താറെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? പഠിപ്പിച്ചപ്പോ പറഞ്ഞത് ഓൺലൈൻ ഡെസ്ക്ടോപ്പ്, അതെ, ചെക്ക് ലിസ്റ്റ് പ്രകാരം അവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം അല്ലെ? ഇവിടെ ഡെസ്ക്ടോപ്പ് ഇപ്പൊ എന്താണ്? അവർ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന രീതിയിൽ സൂക്ഷ്മ പരിശോധന നടത്തി. ഇനി ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. നിങ്ങളുടെ എവിടെ വരെയാണ് ടെക്സ്റ്റിലുള്ളത് മിസ്സിന് അറിയില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഇല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ അതൊന്ന് ആരോ മാർക്ക് ചെയ്ത് താഴെ എഴുതി വെച്ചേക്കണേ. പ്രത്യേകം മിസ്സിൽ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, എഴുതുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ശരി. ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസർ. അസസേഴ്സ് എന്ത് ചെയ്യും? വിത്തിൻ 1 month ഓഫ് ഫീ ഡെപ്പോസിഷൻ, ആപ്ലിക്കേഷൻ ഫീ ഡെപ്പോസിറ്റ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ സൂക്ഷ്മ പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചെക്ക് ലിസ്റ്റുകൾ പ്രകാരം ഡോക്യുമെന്റ്സ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഡോക്യുമെന്റ്സ് ഡെസ്ക്ടോപ്പ് റിവ്യൂ അസസേഴ്സ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഡെസ്ക്ടോപ്പ് അസസ്മെന്റും കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയുന്നില്ല. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ, നല്ല മനസ്സിലാവുള്ളേ. ഇനി അതിന് ശേഷം അടുത്തത് എന്താ? ഫൈനൽ അസസ്മെന്റ് അല്ലെ? ഫൈനൽ അസസ്മെന്റിന് വേണ്ടി പ്രീ അസസ്മെന്റ് നടത്താം, പക്ഷെ അത് നിർബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാറ്. മനസ്സിലായോ? ഫൈനൽ അസസ്മെന്റിന് വേണ്ടി നമ്മൾ മുൻപ് പ്രീ അസസ്മെന്റ് പഠിച്ചിരുന്നു, പക്ഷെ അത് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ? അപ്പൊ ഇവിടെ അത് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അതുകൊണ്ടാണ് ഓപ്ഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് ഇല്ലാത്തത് കേട്ടോ. ചിലർക്ക് ഡൗട്ട് വരാൻ അത് മുമ്പ് നമ്മൾ ഒരു പ്രീ അസസ്മെന്റ് നടത്തുകയാണ്. അത് ഓപ്ഷണൽ ആയതുകൊണ്ടാണ് ഇവിടെ വെക്കാത്തത്. നിർബന്ധമായിട്ടും വേണ്ട പ്രൊസീജിയേഴ്സ് മാത്രമേ പറയുന്നുള്ളേ. അടുത്തത് ഫൈനൽ അസസ്മെന്റ് ആണ്. അപ്പൊ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തൊക്കെ പരിശോധിച്ച് ഓക്കെ ആണെങ്കിൽ ഫൈനൽ അസസ്മെന്റ് ആണ്. അത് ഓൺസൈറ്റ് ആയിട്ട് ചെയ്യാം അല്ലെ, അതല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഓൺസൈറ്റ് അസസ്മെന്റ് എന്താന്ന് പഠിച്ചിരുന്നു, റിമോട്ട് അസസ്മെന്റ് എന്താന്ന് വ്യക്തമായിട്ട് പഠിച്ചിരുന്നു, ഹൈബ്രിഡ് അസസ്മെന്റ് എന്താന്ന് വ്യക്തമായിട്ട് പഠിച്ചു അല്ലെ. അപ്പൊ ഇതിലെ മൂന്നിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് വിത്തിൻ 1 month ഓഫ് ഡെസ്ക്ടോപ്പ് റിവ്യൂ. അപ്പൊ നമ്മുടെ ആ ഒരു ഡെസ്ക്ടോപ്പ് റിവ്യൂ ചെയ്ത് 1 മാസത്തിനുള്ളിൽ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് 1 മാസത്തിനുള്ളിൽ നമ്മുടെ ഫൈനൽ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. അത് ഓൺസൈറ്റ് ആയിട്ട് ചെയ്യാം, റിമോട്ട് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി ഫൈനൽ അസസ്മെന്റ് കഴിഞ്ഞാൽ എന്താ? ക്ലോഷർ ഓഫ് നോൺ കംപ്ലയൻസസ് ഇൻക്ലൂഡിംഗ് റിവ്യൂ ബൈ അസസർ വിത്തിൻ 3 months. ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് നമ്മൾ 2 സൈക്കിൾസ് ഓഫ് കറക്ഷന് വേണ്ടിയിട്ട് 2 സൈക്കിൾ കൊടുക്കില്ലേ, 2 അറ്റംപ്റ്റ് കൊടുക്കോ? അവരുടെ നോൺ കൺഫോമിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കും അല്ലെ. അതാണ് അവിടെ ചെയ്യുന്നത്. അത്തരത്തിൽ അവരുടെ പോരായ്മകൾ പരിഹരിക്കാനും മറ്റു കാര്യങ്ങൾ അത് കഴിഞ്ഞുള്ള ആ ഒരു അവലോകനം നടത്താനും ഒക്കെ വേണ്ടിയിട്ട് അസസേഴ്സ് ഒരു 3 മാസം വിത്തിൻ 3 months ആ ഒരു 3 മാസത്തിനുള്ളിൽ അവർ ആ ഒരു ഫൈനൽ അസസ്മെന്റ് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ പോരായ്മകളും കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഇനി അതിനുശേഷം റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് ബൈ അക്രഡിറ്റേഷൻ കമ്മിറ്റി. എന്ത് ചെയ്യുന്നു? ആ അക്രഡിറ്റേഷൻ കമ്മിറ്റി അസസ്മെന്റ് റിപ്പോർട്ട് ഒന്നും കൂടി അവലോകനം ചെയ്യുന്നു, അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നു. അപ്പൊ നോൺ ക്ലോഷർ എന്താണ്? അവരുടെ ആ ഒരു നോൺ കംപ്ലയിൻസ് ഒക്കെ, ആ ഒരു പോരായ്മകളൊക്കെ പരിഹരിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അസസ്മെന്റ് റിപ്പോർട്ട് ആ ഒരു അസസ്മെന്റ് ടീം അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ശരിയായി ഒന്നുകൂടി അവലോകനം ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? Approval of accreditation, അല്ലെ? Or otherwise an issuance of accreditation certificate. Approval of accreditation നൽകുന്നു, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഇതൊക്കെ നമ്മൾ പഠിച്ച ഒരേ പ്രോസസ് തന്നെ നമ്മൾ ഷോർട്ട് ആക്കി പറയുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് സർവൈലൻസ് ഇന്റിമേഷൻ. സർവൈലൻസ് ഇന്റിമേഷൻ എന്താണ്? നിരീക്ഷണ മൂല്യനിർണ്ണയം. നമ്മൾ പറഞ്ഞിരുന്നു 24 to 28 months അല്ലെങ്കിൽ 12 to 18 months. അത് ഓരോ എന്താണ് അക്രഡിറ്റേഷൻ എത്ര വാലിഡിറ്റി ഉണ്ട്? 2 വർഷമാണോ, 1 വർഷമാണോ, 3 വർഷമാണോ, 4 വർഷം, അതിനനുസരിച്ചാട്ടോ ഇത് മാറുന്നത്. സർവൈലൻസുമായി ബന്ധപ്പെട്ട ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പുകൾ ആദ്യം നമ്മളൊരു 12 മുതൽ 18 മാസത്തിനുള്ളിൽ NAB Secretariat sent by NAB Secretariat at the end of 12 to 18 months of accreditation. ഇപ്പൊ നമുക്കൊരു അക്രഡിറ്റേഷൻ കിട്ടിയ ദിവസം മുതൽ 12 മുതൽ 18 മാസത്തിനുള്ളിൽ NAB Secretariat ഹോസ്പിറ്റലിലേക്ക് ഒരു സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് നൽകും. ഇനി അത് അറിയിപ്പ് മാത്രം, അതായത് തുടർന്ന് വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഒരു സർവൈലൻസ് അസസ്മെന്റ് അല്ലെങ്കിൽ ഇന്റിമേഷൻ സർവൈലൻസ് അസസ്മെന്റ് നടത്താൻ പോകുന്നുണ്ട് എന്നൊരു അറിയിപ്പാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അതിനുശേഷം നോക്കിയേ, കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നു. അത് എത്ര മാസത്തിനുള്ളിലാണ്? 20 to 24 months in case of 4 years. കണ്ടോ? 4 വർഷം അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ 20 മുതൽ 24 മാസത്തിനുള്ളിലായിരിക്കും കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ് നടത്തുക. ആ 15 to 18 months in case of 3 years. 3 വർഷത്തിലുള്ള ഒരു അക്രഡിറ്റേഷൻ സൈക്കിൾ ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ 15 മുതൽ 18 മാസമായിരിക്കും ിനുള്ളിലായിരിക്കും സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നത്. മനസ്സിലായോ? 3 വർഷത്തെയും 4 വർഷത്തെ അങ്ങനെ എത്ര വർഷത്തെ ആ ഒരു അക്രഡിറ്റേഷൻ സൈക്കിൾ ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നതില് ആ ഒരു മാസത്തില് വ്യത്യാസം ഉണ്ടാവുന്നത്. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, റിവ്യൂ ബൈ അക്രഡിറ്റേഷൻ കമ്മിറ്റി ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ ഓർ അതർവൈസ്. എന്ത് ചെയ്യുന്നു? ഈ സർവൈലൻസ് അസസ്മെന്റ് നടത്തിയതിന്റെ ആ ഒരു റിപ്പോർട്ടുകൾ പിന്നെയും ആ അക്രഡിറ്റേഷൻ കമ്മിറ്റി ഒന്നുകൂടി അവലോകനം ചെയ്യാം.
അങ്ങനെ അവരെല്ലാം പാലിക്കുന്നവരാണ്, ഓക്കെ ആണ്, സ്റ്റാൻഡേർഡ്സ് എല്ലാം നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് അക്രഡിറ്റേഷൻ നൽകും അല്ലെ, തുടർച്ച അതും തുടർന്നും പോകാനായിട്ടുള്ള അനുമതി നൽകും. അല്ല എങ്കിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവർക്ക് അധികാരമുണ്ട് അല്ലെ. അടുത്തത് റിന്യൂവൽ ഇന്റിമേഷൻ സെൻഡ് ബൈ NAB സെക്രട്ടേറിയറ്റ് at 1 year before expiry of accreditation. ഇനി ഇത്രയും കഴിഞ്ഞ് ഇടയ്ക്ക് സർവൈലൻസ് അസസ്മെന്റ് ഇതുപോലെ കണ്ടക്ട് ചെയ്തിട്ട് സർപ്രൈസ് അസസ്മെന്റുകളൊക്കെ നടത്താറുണ്ട് കേട്ടോ. അതിന് പർട്ടിക്കുലർ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന സമയത്തിനുള്ളിൽ മാത്രമേ സർപ്രൈസ് അസസ്മെന്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് പെട്ടെന്ന് വരുന്ന മിന്നൽ പരിശോധനകളാണ്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഇന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ഇന്നത് കഴിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല. അത് എപ്പോൾ വേണമെങ്കിലും ലാബിൽ നടത്താം. ഇനി അടുത്തത് ലാസ്റ്റ് ഇനി പറയുന്നതാണ് റിന്യൂവൽ ഇന്റിമേഷൻ. നമ്മുടെ ഇപ്പോ ലൈസൻസുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്കെ തീരാറാവുന്നതിന് മുൻപ് അവർ നമുക്ക് മെസ്സേജ് അയക്കില്ലേ? മെസ്സേജ് അയക്കോ? മെസ്സേജ് അയക്കില്ലേ? ഇന്ന ദിവസം നിങ്ങളുടെ ഇൻഷുറൻസിന്റെ പോളിസി ക്ലെയിം എന്താണ് റിന്യൂ ചെയ്യേണ്ട ദിവസം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരില്ലേ? അതുപോലെ തന്നെ ലാബിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു വർഷം, അതായത് ഇപ്പൊ 4 വർഷത്തെ വാലിഡിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നെങ്കിൽ മൂന്നാമത്തെ വർഷം, ഒരു വർഷം, അതായത് അവരുടെ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് ഒരു വർഷം മുൻപ് ലാബ് എന്ത് ചെയ്യുന്നു? റിന്യൂവൽ ഇന്റിമേഷൻ കൊടുക്കും. മനസ്സിലായോ? പുതുക്കാനുള്ള അറിയിപ്പ് കൊടുക്കും. അങ്ങനെ പുതുക്കാനുള്ള അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാം? ആ ഒരു 6 മാസം മുൻപെങ്കിലും ആ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ, അക്രഡിറ്റേഷൻ റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുൻപേ തന്നെ ആ ഒരു ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് നൽകുന്നത്. അതിനുശേഷം 6 മാസം മുൻപ് ആ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും തയ്യാറാക്കി 6 മാസത്തിന് മുൻപ് തന്നെ, ഇത് തീരുന്നതിന് 6 മാസം മുൻപ് തന്നെ അതിനുള്ള ആപ്ലിക്കേഷൻസ് ആർക്ക് കൊടുക്കണം? ലാബിന് റിന്യൂവലിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി റിന്യൂവലിനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. റിന്യൂവലിനുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ആ പ്രൊസീജിയർ എങ്ങോട്ടാ പോകുന്നത്? ആരോ കാണിച്ചിരിക്കുന്നുണ്ട്, ബ്ലാക്ക് കളർ ആരോ മാത്രം നോക്കിയാൽ മതിയേ. എങ്ങോട്ടാ പോകുന്നേ? ആപ്ലിക്കേഷൻ ഫോം, ഡോക്യുമെന്റ്സ്, ആപ്ലിക്കേഷൻ ഫീ അല്ലെ. അപ്പൊ ഈ ഒരു രണ്ടാമത് റിന്യൂവൽ ചെയ്യുമ്പോഴും ഇതേ പ്രൊസീജിയേഴ്സ് ലാബ് ഫോളോ ചെയ്യാൻ, ലാബിൽ നിന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെ റിന്യൂ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യണമെന്ന്. മനസ്സിലായോ? രണ്ടാമത് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം, ഡോക്യുമെന്റ്സ് കൊടുക്കണം, ആപ്ലിക്കേഷൻ ഫീ കൊടുക്കണം, അതിന് ശേഷം ഡെസ്ക്ടോപ്പ് റിവ്യൂ നടത്തും, ഫൈനൽ അസസ്മെന്റ് നടത്തും, പിന്നെ റിന്യൂ ചെയ്ത് നൽകും. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആരും അങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി? ഇപ്പൊ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിരിക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഒരു സൈക്കിൾ കിട്ടിയോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നടുക്കുള്ള ഭാഗം അല്ലെ. നോക്കിയേ, നടുക്കുള്ള ഭാഗം എന്താ ചെയ്തിരിക്കുന്നത്? നടുക്കത്തെ ബോക്സില് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് processes by NAB secretariat and provide necessary feedback as required. എന്താ ഈ പറയുന്ന എല്ലാ തരത്തിലും എല്ലാമായി ബന്ധപ്പെട്ടും ലാബ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട് ഇല്ലേ? യാതൊരുവിധ മിസ്റ്റേക്കുകളും വരാതിരിക്കാൻ വേണ്ടിട്ട് നടത്തില്ലേ? അപ്പൊ നോക്കി, കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഓഫ് പ്രോസസ്സസ് ബൈ NAB. ഈ പ്രോസസ് ഒക്കെ ശരിയായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാബ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. ലാബ് സെക്രട്ടേറിയറ്റ് ആൻഡ് പ്രൊവൈഡ് നെസസറി ഫീഡ്ബാക്ക് ആസ് റിക്വയർഡ്. ആവശ്യമാണെങ്കിൽ നെസസറി ഫീഡ്ബാക്കുകളും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് എപ്പോഴും ലാബ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ വേണമെങ്കിൽ അതും നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് എല്ലാത്തിൽ നിന്നും അതിലേക്ക് ആരോ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ജസ്റ്റ് മിസ് ഒന്നുകൂടി പറയാം. കിട്ടാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതി എടുക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങള്? കിട്ടാത്ത പോയിന്റ്സ് ആരോ ചെയ്ത് എഴുതി വെക്കുന്നുണ്ടോ? ഓക്കെ, ശരി.
അപ്പോ സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണിയില് ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞേ, ഇംപ്ലിമെന്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ മിനിമം 3 months. 3 മാസമെങ്കിലും സ്റ്റാൻഡേർഡ്സ് മിനിമം 3 മാസമെങ്കിലും അവിടെ നടപ്പിലാക്കിയിരിക്കണം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം, ഡോക്യുമെന്റ്സ്, ആപ്ലിക്കേഷൻ ഫീ മുതലായവ നാബിന്റെ ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ സമർപ്പിക്കണം. അതുപോലെ തന്നെ നാബ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു, സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. അതിനുശേഷം ഡെസ്ക്ടോപ്പ് റിവ്യൂ ബൈ അസസേഴ്സ് ഡെസ്ക്ടോപ്പ് റിവ്യൂ ചെയ്ത് 1 മാസത്തിനുള്ളിൽ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ഫൈനൽ അസസ്മെന്റ് നടത്തുന്നു. അത് ഓൺ സീറ്റ് ആയിട്ടാവാം, റിമോട്ട് ആവാം, ഹൈബ്രിഡ് ആയിട്ട് ഡെസ്ക്ടോപ്പ് റിവ്യൂ നടത്തി 1 മാസത്തിനുള്ളിൽ അത് നടത്തുന്നു. അതിനുശേഷം അവർക്ക് ഒരു 3 മാസത്തിനുള്ളിൽ അവരുടെ ആ ഒരു പോരായ്മകളും പൊരുത്തക്കേടുകളും കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കുന്നു. അത് അസസേഴ്സ് കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്നു. ഇനി ഈ ഒരു അസസ്മെന്റിന്റെ റിപ്പോർട്ട് അക്രഡിറ്റേഷൻ കമ്മിറ്റി പൂർണ്ണമായും റിവ്യൂ ചെയ്ത് അവലോകനം ചെയ്ത് അവർക്ക് അക്രഡിറ്റേഷൻ അപ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ഇനി സർവൈലൻസ് ഇന്റിമേഷൻ അല്ലെങ്കിൽ അറിയിപ്പ് 12 മുതൽ 18 മാസത്തിനുള്ളിലാണ് നൽകുന്നത്. അതിനുശേഷം ഒരു 4 വർഷത്തെ സൈക്കിൾ ആണെങ്കിൽ 20 മുതൽ 24 മാസത്തിനുള്ളിൽ ആ ഒരു എന്താണ് കണ്ടക്ട് ഓഫ് സർവൈലൻസ് അസസ്മെന്റ് നടത്തുന്നുണ്ട്. 3 വർഷത്തെ അക്രഡിറ്റേഷൻ സൈക്കിൾ ആണെങ്കിൽ 15 മുതൽ 18 മാസത്തിനുള്ളിലാണ് അത് നടത്തുക. ഇനി അതിനുശേഷം റിവ്യൂ അതിന്റെ റിപ്പോർട്ടും കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്നു ആ ഒരു കമ്മിറ്റി. അതിനുശേഷം അക്രഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ അതിനുള്ള അനുമതി കൊടുക്കുന്നു. അതിനുശേഷം റിന്യൂവൽ ഇന്റിമേഷൻ എപ്പോഴാണ് നൽകുക, ബിഫോർ എക്സ്പയറി ഓഫ് അക്രഡിറ്റേഷന്റെ എക്സ്പയറി ഡേറ്റിന് 1 വർഷം മുൻപായിട്ട് നാബ് സെക്രട്ടറിയേറ്റിൽ നിന്നും ഒരു റിന്യൂവൽ ഇന്റിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റിന്യൂവൽ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു ബിഫോർ 6 മാസത്തിന് മുൻപെങ്കിലും, അതായത് എക്സ്പയറി തീരുന്നതിന് 6 മാസം മുൻപെങ്കിലും ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, റിന്യൂവലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഡോക്യുമെന്റ്സും ആപ്ലിക്കേഷൻ ഫീ അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നാബ് സെക്രട്ടറിയേറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. അതിനനുസരിച്ച് ഫീഡ്ബാക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്കും നൽകുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ അക്രഡിറ്റേഷൻ പ്രോസസ്സ്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ആദ്യമേ ഇത് പറയുകയാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. ഇതിന്റെ ടേംസ് പോലും നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവസാനം എടുക്കാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എളുപ്പമല്ലേ, പെട്ടെന്ന് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചർ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ അതൊന്ന് വേഗം വായിച്ചു നോക്കണേ, എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ അങ്ങനെ മെയിൻ എക്സാമിന് സാധാരണ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇതിൽ നിന്ന് വരാറില്ല. സാധാരണ ആകെ വരാവുന്ന 2-3 പാറ്റേൺ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് സ്റ്റാർട്ട് ഓഫ് അക്രഡിറ്റേഷൻ ജേർണി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഏത് പ്രോസസ്സിൽ, അത് ആ ക്വസ്റ്റ്യൻ മിസ് ആദ്യമേ പറഞ്ഞല്ലോ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മിനിമം എത്ര മാസമാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ, അതൊക്കെ നമ്മൾ ഓൾറെഡി അതിലും പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ചോദിക്കാവുന്നത് ഇതിന്റെ ആ ഒരു ആരോ മാർക്കിട്ട് ആ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് അത് ഫ്ലോ ചാർട്ടിൽ തെറ്റുകൾ തെറ്റായിട്ട് തന്നിട്ട് അതിൽ ശരിയായവ കണ്ടെത്താൻ ചോദിക്കാം. അല്ല എങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആയിട്ട് കൊടുത്തിട്ട് അത് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനും ചോദിക്കാം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി ഇപ്പൊ ഈ ഒരു 20 to 24 months അല്ലെങ്കിൽ ബിഫോർ 6 months അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ 1 year ബിഫോർ എക്സ്പയറി ഓഫ് അക്രഡിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി മറ്റു ആ ഒരു പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോഴും പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ആ ഒരു 2-3 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ആ പ്രോസസ്സുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചത് ഓർമ്മയുണ്ടായാൽ മതി. അതെ, നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓരോ കൃത്യമായ ഓർഡറിൽ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിൽ ഓർഡർ മാറരുത്. ഇന്ന ഓർഡർ ഇന്ന് കഴിയുമ്പോൾ ഇത്, ഇന്ന പ്രോസസ് കഴിയുമ്പോൾ ഇത്, അങ്ങനെ ഒന്ന് ഓർഡർ ചെയ്ത് പഠിച്ചു വെച്ചാൽ. അപ്പൊ ഏത് ഫ്ലോ ചാർട്ടിൽ വ്യത്യാസം വന്നാൽ മനസ്സിലാവും.
അല്ല എങ്കിൽ ഏതാണ് അടുത്ത പ്രോസസ് എന്ന് ചൂസ് ചെയ്ത് എഴുതാൻ വന്നാലും മനസ്സിലാവും. ഓക്കെ, വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ, ശരി. ഈ ഒരു ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം കുറച്ച് എടുക്കാനുണ്ട് അല്ലെ? എടുക്കാനെങ്കിൽ ഇത് ഭാഗമാണ് JCA അല്ലെ? JCA അല്ലേ എടുക്കാനുള്ളത്? ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയോ? ഞാൻ കംപ്ലീറ്റ് ആയോ? ലാബിന്റെ കംപ്ലീറ്റ് ആയോ? മിസ് അല്ലേ എടുക്കുന്നേ? ലാബിന്റെ ഭാഗം കംപ്ലീറ്റ് ആയോ? ഓക്കെ, അതുകൂടിയോ? ശരി ശരി. ഓക്കെ, ശരി. അപ്പൊ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ കേട്ടോ, JCA ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, ഇത് JCA കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡിപ്ലോമയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ JCAയുടെ എക്സ്പാൻഡഡ് ഫോം, ഒന്നാമത്തെ തന്നെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കാം. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. ഇനി എന്താണ് ഒരു ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ? അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നോക്കിയേ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ is one of the world leading non-profit patient safety organization, and JCA seeks the world where every patient receives the highest quality of care possible. But JCA Joint Commission International എന്ന് പറയുന്നത് is one of the world leading non-profit ആണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഒരു ലീഡിംഗ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ. എന്താ? ലാഭേച്ഛയില്ലാത്ത രോഗി സുരക്ഷ നൽകുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ രോഗിയുമായി ബന്ധപ്പെട്ട ആ ഒരു സുരക്ഷാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലീഡായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ലാഭേച്ഛയില്ലാത്ത നോൺ പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിക്കാതെ പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഒന്നാണ് നമ്മുടെ രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCA എന്ന് പറയുന്നത്. ആ JCA പ്രധാനമായിട്ടും സേഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് എങ്ങനെയുള്ള ഒരു വേൾഡ് ആവണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെയൊരു രാജ്യമാവണം എന്നുള്ളതാണ്. എങ്ങനെയുള്ളതാ? വേർ എവരി പേഷ്യന്റ് റിസീവ് ദ ഹയസ്റ്റ് ക്വാളിറ്റി ഓഫ് കെയർ പോസിബിൾ. എന്താ? ആ രാജ്യത്തുള്ള എല്ലാ പേഷ്യൻസിനും സാധ്യമാകുന്ന രീതിയിൽ ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം കിട്ടുക അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്ന ഒരു അത്തരത്തിലുള്ള ഒരു വേൾഡ് ആണ് JCA എപ്പോഴും അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ JCA ആഗ്രഹിക്കുന്നത്. Then the most visible way we can chase this goal is through our accreditation program. അപ്പൊ ഇത്തരത്തില് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന പേഷ്യൻസ് എല്ലാവർക്കും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കിട്ടണമെങ്കിൽ ആ ഒരു ഗോൾ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നത് എന്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക? ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെയാണ്. ശരിയല്ലേ? അപ്പൊ വരുന്ന എല്ലാ പേഷ്യൻസിനും നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം കിട്ടണമെങ്കിൽ അത് എന്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക? ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെയാണ് നേടിയെടുക്കാൻ പറ്റുക അല്ലെ? To that end, JCA regularly publishes a demanding set of standards that represent the most current thinking in patient safety and quality improvement. നമ്മുടെ NAB എന്ത് ചെയ്യാറുണ്ട്? പതിവായിട്ട് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യാറുണ്ടല്ലോ. പബ്ലിഷ് ചെയ്യാറല്ലേ? ഉണ്ടോ? അതുപോലെ തന്നെ JCAയും ഇതിനനുസരിച്ച് ആ പ്രസന്റിലുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യകതയ്ക്ക് അനുസരിച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്നത്? കറണ്ട് ആയിട്ടുള്ള
മോസ്റ്റ്ലി കറണ്ട് ആയിട്ടുള്ള ചിന്തകൾ, അതായത് പേഷ്യൻസിന്റെ സുരക്ഷ, അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. പ്രസന്റ്ലി നമുക്ക് ആവശ്യമായ പേഷ്യൻസിന്റെ സുരക്ഷയും അതുപോലെ ക്വാളിറ്റി ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മെച്ചപ്പെടുത്തലും കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, നിലവിലെ ഡിമാൻഡ് അല്ലെങ്കിൽ ആവശ്യകതയ്ക്ക് അനുസരിച്ച സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് JCA പതിവായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. And healthcare organization that are able to meet this standard must undergo a comprehensive and rigorous on-site survey conducted by JCA in order to achieve accreditation. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അക്രഡിറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഇത്തരം സ്റ്റാൻഡേർഡ്സ് നിറവേറ്റാൻ കഴിവുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു വളരെ സമഗ്രമായിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേ. ഓൺസൈറ്റ് സർവേ എന്താന്ന് പറയണ്ടല്ലോ, ഓൺസൈറ്റ് അസസ്മെന്റ് എന്താന്ന് പഠിച്ചതല്ലേ അല്ലേ? ഓൺസൈറ്റ് അസസ്മെന്റ് പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഓൺസൈറ്റ് ആയിട്ടുള്ള സർവേ JCA കണ്ടക്ട് ചെയ്യുന്നു ഇൻ ഓർഡർ ടു അച്ചീവ് അക്രഡിറ്റേഷൻ. അത്തരത്തില് ആ ഒരു ഓൺസൈറ്റ് സർവേയുടെ എന്താണ് റിപ്പോർട്ട് പ്രകാരം അതിനനുസരിച്ച് അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നേടിയെടുക്കാനും സാധിക്കും. വൺസ് അക്രഡിറ്റഡ്, ആ ഒരു സ്ഥാപനം ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും? ഓർഗനൈസേഷൻ മസ്റ്റ് കണ്ടിന്യൂ ടു മീറ്റ് അവർ സ്റ്റാൻഡേർഡ് അല്ലെ? ഓർഗനൈസേഷൻ തുടർച്ചയായിട്ട് ഈ സ്റ്റാൻഡേർഡ്സ് നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കും ആണല്ലോ. ആൻഡ് റെഗുലർലി അസസ്ഡ് ത്രൂ പീരിയോഡിക് റീസർവേ. എന്താ? രണ്ടാമത് അല്ലെങ്കിൽ പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് നടത്തുന്ന റീസർവേയും പുനർമൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പതിവായിട്ട് അസസ്മെന്റ് നടത്തുന്നുണ്ട് ഇല്ലേ? പതിവായിട്ട് വിലയിരുത്തുന്നില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ എന്ന്. മറ്റേ അക്രഡിറ്റേഷൻ പ്രോസസ് തന്നെയാട്ടാ. Then JCA is completely independent from the organization we accredit. നമ്മുടെ അക്രഡിറ്റേഷൻ കിട്ടുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനം കൂടിയാണ് JCA എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? JCA എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേൾഡിലെ ഒരു മുൻനിര നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ലാഭേച്ഛയില്ലാത്ത ഒരു മുൻനിര സ്ഥാപനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ, രോഗി സുരക്ഷാ സ്ഥാപനങ്ങളിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ JCA എന്ന് പറയുന്നത്. ഇനി JCA seeks award where every patient receives the highest quality of care possible. അതുപോലെ തന്നെ JCA എപ്പോഴും മുൻകൈ എടുത്തു നോക്കുന്നത് അല്ലെങ്കിൽ മുന്നിൽ കാണുന്നത് അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ഒരു വേൾഡ് ആണ്? എല്ലാ പേഷ്യൻസിനും സാധ്യമായിട്ടുള്ള ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം കിട്ടുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു വേൾഡിനെയാണ് JCA എപ്പോഴും അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ അത് ആ ഒരു ആ ഒരു രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് JCAക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ഇനി ദ മോസ്റ്റ് വിസിബിൾ വേ വി ക്യാൻ ചേസ് ദിസ് ഗോൾ, ഈ ഒരു ലക്ഷ്യം, അതായത് വരുന്ന എല്ലാ പേഷ്യൻസിനും നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണം കൊടുക്കണം, ആ ഒരു രീതിയിലുള്ള ഒരു ഗോള്, അതെ, ലാർജ് ഹെൽത്ത് കെയർ ആണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഗോള് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം അറ്റൈൻ ചെയ്തെടുക്കണമെങ്കിൽ അത് ഇവർ നൽകുന്ന അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് അതിന് സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് JCA പതിവായിട്ട് എന്ത് ചെയ്യുന്നത്? റെഗുലർലി അതുമായി ബന്ധപ്പെട്ട പ്രസന്റ്ലി ഡിമാൻഡഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതില് നിലവിലുള്ള പ്രസന്റ് തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റി എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എങ്ങനെയായിരിക്കണം മുതലായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഇത്തരത്തിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിറവേറ്റാനായിട്ട് കഴിവുണ്ടെങ്കിൽ അവർക്ക് JCA എന്ത് ചെയ്യുന്നു? തുടർച്ചയായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു എന്താണ് വളരെ കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾ നടത്തി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവരിത് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ നൽകുകയും ചെയ്യുന്നു. ഇനി ഒരു പ്രാവശ്യം ഒരു സ്ഥാപനം അക്രഡിറ്റഡ് ആയാൽ അവരുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് പാലിച്ചുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെന്റ് റീസർവേകളും ഈ ഒരു JCA നടത്താറുണ്ട്. അതിലൂടെ JCA എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം ദ ഓർഗനൈസേഷൻ വി അക്രഡിറ്റ്. മറ്റ് അക്രഡിറ്റേഷൻ നൽകുന്ന ഓർഗനൈസേഷനിൽ നിന്നും JCA പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും. വേഗം ഒന്ന് അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി, അതിനുശേഷം ബാക്കി പറയാം കേട്ടോ.
പഠിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി. ശരി, നെക്സ്റ്റ് പറയട്ടെ? നെക്സ്റ്റ് പറയാമല്ലോ. ഓക്കെ, ശരി. JCA is also work to improve the quality of care within all hospitals, not just those that are capable of meeting our accreditation standard. ഇവിടെ JCA എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട JCA പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിവുള്ള ആശുപത്രികളെ മാത്രമല്ല സഹായിക്കുന്നത്, മറ്റേ അതല്ലാതെ അതിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ആശുപത്രികളെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ആ വേൾഡിലുള്ള നമ്മുടെ ആ ഒരു എല്ലാ ആശുപത്രികളുടെയും ആ ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി JCA പ്രവർത്തിക്കുന്നുണ്ട്. Then our global expert regularly assist hospital, municipal governments and ministries of health as they pursue their own quality goals and patient care outcome. എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ ഈ JCA ഗ്ലോബൽ എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ആഗോള വിദഗ്ധര് ഈ ഹോസ്പിറ്റലുകളെ അതുപോലെ തന്നെ മുനിസിപ്പൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കേട്ടോ, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, എന്താ ആരോഗ്യ മന്ത്രാലയം മുതലായവരിലേക്ക് അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഗുണനിലവാര ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഫലങ്ങളും ഒക്കെ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയിൽ പിന്തുടരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകളും പതിവായിട്ട്, അസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടുകളും പതിവായിട്ട് ഈ JCA ഭാഗത്തു നിന്നുള്ള ഗ്ലോബൽ എക്സ്പേർട്ടുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ JCA മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല JCA പ്രവർത്തിക്കുന്നത്, മറിച്ച് എല്ലാ ഹോസ്പിറ്റലും ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് JCA പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകള് ഹോസ്പിറ്റൽസിനും മുനിസിപ്പൽ ഗവൺമെന്റ്സിനും മറ്റ് ആരോഗ്യ മന്ത്രാലയത്തിനും ഉണ്ടായ എല്ലാവർക്കും അവരുടെ ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും ആ ഒരു പേഷ്യൻസിന്റെ കെയറുമായി ബന്ധപ്പെട്ട ഫലങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the Joint Commission International is a US-based accreditation body dedicated to improving healthcare quality and safety around the world. Joint Commission International JCA എന്ന് പറഞ്ഞാൽ is a US-based accreditation ബോഡിയാണ്. US-നെ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഇത് പ്രധാനമായിട്ടും ഡെഡിക്കേറ്റഡ് ടു ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അറൗണ്ട് ദ വേൾഡ്. വേൾഡിലുടനീളം അല്ലെങ്കിൽ രാജ്യത്തിലുടനീളം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഗുണനിലവാരവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു US-based ആയിട്ടുള്ള അല്ലെങ്കിൽ US ആസ്ഥാനമായിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ JCA എന്ന് പറയുന്നത്. The Joint Commission strive to continuously improve the safety and quality of care provided to the public through the provision of healthcare accreditation services that support performance enhancement in healthcare organization. അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷൻ strive to എന്താണ് പ്രത്യേകമായിട്ട് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCA എന്ന് പറയുന്നത് strive to continuously improve the safety and quality of care. അതായത് ടു ദ പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പബ്ലിക്കിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ അതുപോലെ സേഫ്റ്റി മുതലായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് മെച്ചപ്പെടുത്തൽ നടത്താനും ആ ഒരു അക്രഡിറ്റേഷൻ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ JCA അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സ്ഥാപനം അവരുടെ പബ്ലിക്കിന് എന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ആയിക്കോട്ടെ,
അതെല്ലാം ഈ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഈ JCA നൽകുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസിന്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ പിന്തുണയോടുകൂടി നല്ലൊരു പെർഫോമൻസ് ആ ഒരു മേഖലയിൽ ഇവർക്ക് കാഴ്ചവെക്കാനായിട്ട് JCA മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. Then since 1951, the Joint Commission has maintained state-of-the-art standards that focus on improving the quality and safety of care provided by healthcare organization. അതുപോലെ തന്നെ 1951 കൂടി അല്ലെങ്കിൽ 51 മുതൽ നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഒരു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സ്റ്റാൻഡേർഡ്സ്, അതായത് ഒരു അത്യാധുനികമായിട്ടുള്ള മാനദണ്ഡങ്ങളെ നിലനിർത്താൻ ആരംഭിച്ചു. എന്തിനെ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു ആ ഒരു അത്യാധുനികമായിട്ടുള്ള മാനദണ്ഡങ്ങള്? പ്രധാനമായിട്ടും ക്വാളിറ്റിയും സേഫ്റ്റി ഓഫ് കെയർ, പരിചരണവുമായി ബന്ധപ്പെട്ട ഗുണനിലവാരവും അതുപോലെ തന്നെ സുരക്ഷയും. അത് ഏത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പരിചരണത്തിന് ഗുണനിലവാരവും സുരക്ഷയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അത്യാധുനിക മാനദണ്ഡങ്ങൾ നിലനിർത്താനായിട്ട് JCA 1951 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര വരെ മാറ്റിട്ടാണ് പറയാം കേട്ടോ. അപ്പൊ നോക്കിയേ, JCA ഓൾസോ വർക്ക് ടു, എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? JCA ഒരിക്കലും ആ ഒരു അവരുടെ ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമല്ല പരിശ്രമിക്കുന്നത്, അല്ലാതെ എല്ലാ എല്ലാ ആശുപത്രികളുടെയും പരിചരണവുമായി ബന്ധപ്പെട്ട ഗുണനിലവാരവും സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടി JCA പ്രവർത്തിക്കുന്നുണ്ട്. അതിനനുസരിച്ച് JCAയുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകള്, ഹോസ്പിറ്റല്, മുനിസിപ്പൽ ഗവൺമെന്റ് സ്ഥാപനങ്ങള്, മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത് മുതലായവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും ആ ഒരു പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങളും ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ലൊരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായവും സപ്പോർട്ടും ഒക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ്, US ആസ്ഥാനമാക്കിയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഇത് പ്രധാനമായിട്ടും ഡെഡിക്കേറ്റഡ് ടു ഇംപ്രൂവിംഗ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി അറൌണ്ട് ദ വേൾഡ്. ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളിലെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് സമർപ്പിച്ചിരിക്കുന്ന ഒരു US ആസ്ഥാനമാക്കിയുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതുപോലെ തന്നെ ഈ ജോയിന്റ് കമ്മീഷൻ എന്താണ്? ഈ ഒരു ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അവിടെ വന്നിരിക്കുന്ന പബ്ലിക്കിന് നല്ല സേഫ്റ്റിയും സുരക്ഷയും ക്വാളിറ്റിയും ഒക്കെ ഉറപ്പുവരുന്ന പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു തുടർച്ചയായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. അത് എന്തിലൂടെയാണ് സാധിക്കുക? ഈ JCA പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സർവീസുകളുടെ സഹായത്തോടുകൂടി ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മികച്ചതാക്കാനും അതിനനുസരിച്ച് വരുന്ന പബ്ലിക്കിന് നല്ല ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കെയർ കൊടുക്കാനും ഈ JCA ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരിശ്രമിക്കുന്നുണ്ട്. ഇനി 1951 മുതൽ JCA ജോയിന്റ് കമ്മീഷൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സ്റ്റാൻഡേർഡ്സ്, അത്യാധുനിക മാനദണ്ഡങ്ങൾ നിലനിർത്താൻ ആരംഭിച്ചു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നൽകുന്ന ഒരു കെയറിനുള്ള ക്വാളിറ്റിയും സേഫ്റ്റിയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാധുനിക മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനായിട്ട് 1951 മുതൽ ആരംഭിക്കുകയുണ്ടായിരുന്നു. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി വേഗം, അതിനുശേഷം റിപ്ലൈ ചെയ്യാണ്ട് വാർത്ത കണ്ടുകഴിഞ്ഞിട്ട് പറയാം. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ.
Its comprehensive accreditation processes evaluate an organization's compliance with the standards and other accreditation requirements. ഇതിന്റെ ഈ ഒരു JCA ഒരു സമഗ്രമായിട്ടുള്ള അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ അവ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്നു ആൻഡ് അതർ അക്രഡിറ്റേഷൻ റിക്വയർമെന്റ്സ്. അപ്പോ ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടെന്നോ മാത്രമല്ല ആ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ആവശ്യകതകളെല്ലാം ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് കംപ്ലൈൻസ് ചെയ്യുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ എന്ന് ഈ എന്ത് ചെയ്യുന്നു അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ സമഗ്രമായ അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ വിലയിരുത്തുന്നുണ്ട്. Then Joint Commission accreditation is recognized as a symbol of quality that reflect an organization commitment to meeting specific performance standard. അതുപോലെ തന്നെ ഈ ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഈസ് റെക്കഗ്നൈസ്ഡ്. ഇതൊരു പ്രതീകമായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രതീകമാണ്? ക്വാളിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെ ഒരു ഗുണനിലവാരം. ഇപ്പൊ നമുക്കറിയാം ഒരു JCAയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ ഗുണനിലവാരം ഉണ്ട് എന്നൊരു പ്രതീകമല്ലേ. ആ ഒരു സ്ഥാപനത്തിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതിനൊരു സൂചകം അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? അങ്ങനെയല്ലേ നമ്മൾ അംഗീകരിക്കുന്നത് അല്ലേ? Okay, the Joint Commission accreditation is recognized as a symbol of quality that reflects an organization commitment to meeting specific performance standard. അല്ലെ അത്തരത്തിലൊരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്വാളിറ്റിയുടെ ഒരു സിംബൽ ആണ്. അതായത് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ അത് എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? ആ ഓർഗനൈസേഷൻ പെർഫോമൻസുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. അവരത് നിറവേറ്റുന്നുണ്ടെന്നാണ് ആ ഒരു സിംബലിലൂടെ സൂചിപ്പിക്കുന്നത്. Then to earn and maintain the Joint Commission Gold Seal of Approval, an organization must undergo a rigorous on-site survey by a Joint Commission survey team at least every 3 years. എന്താ അതുപോലെ തന്നെ ഇത്തരത്തില് ജോയിന്റ് കമ്മീഷന്റെ ആ ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ഒരു ഓർഗനൈസേഷന് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം? ഒരു ജോയിന്റ് കമ്മീഷന്റെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടണമെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പിന്നെയും ഇടുന്നില്ല. എന്ത് ചെയ്യണം? നമ്മൾ നാമിന്റെ ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ പറ. ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അസസ്മെന്റ് നടത്തണം. അതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേപോലെയുള്ള പ്രോസസ്സുകളാണ് ഈ JCA പറയുന്ന ഓൺസൈറ്റ് സർവേ നടത്തണം. ശരിയാണ്. അതിനു മുൻപ് JCA പറയുന്ന മാനദണ്ഡങ്ങൾ അവിടെ നടപ്പിലാക്കണം. അതിനുശേഷം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. അതിനെ അടിസ്ഥാനമാക്കി ജോയിന്റ് കമ്മീഷൻ JCA നിന്നും കൃത്യമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾ കണ്ടക്ട് ചെയ്യും. അതിനനുസരിച്ച് അത് അറ്റ്ലീസ്റ്റ് എവറി 3 years കേട്ടോ, ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ് ആ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് നൽകുക അല്ലെങ്കിൽ പുതുക്കി നൽകുക. ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടി, സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അസസ്മെന്റ് ടീം JCA നിന്നുള്ള സർവേ ടീം വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ച് ഓൺസൈറ്റ് അസസ്മെന്റുകൾ നടത്തുന്നു അല്ലെങ്കിൽ ഓൺസൈറ്റ് സർവേകൾ നടത്തുന്നു. അതിന്റെ ഫലമായിട്ടാണ് JCA എന്ത് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. എവറി 3 years കേട്ടോ, ഓരോ 3 വർഷത്തേക്കാണ് ആ ഒരു അക്രഡിറ്റേഷൻ നൽകുക. നോക്കിയേ JCA നോക്കിയേ എന്താണ്? To earn and maintain the Joint Commission Gold Seal of Approval, an organization must undergo a rigorous, വളരെ കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേ നടത്തുന്നുണ്ട്. ആരാ നടത്തുന്ന? ഈ ജോയിന്റ് കമ്മീഷൻ സർവേ ടീമാണ് നടത്തുക കേട്ടോ. JCAയുടെ സർവേ ടീമാണ് നടത്തുക. അറ്റ്ലീസ്റ്റ് എവറി 3 years, ഓരോ 3 വർഷം കൂടുമ്പോഴും ഇത് നടത്തുകയും അതിനനുസരിച്ച് ആ ഒരു അസസ്മെന്റ് നടത്തി അത് റിന്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. Then JCA is a benchmark for quality healthcare world. അല്ലെ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട വേൾഡ് വൈഡ് ആയിട്ട് എന്താണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് JCA.
ശരിയല്ലേ? ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡി ആയതുകൊണ്ട് തന്നെ അതൊരു മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. Then we can met the international set of standards laid by JCA covering. അപ്പൊ ഈ JCA ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ എന്തൊക്കെ കവർ ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഫെസിലിറ്റി സേഫ്റ്റി വരുന്നുണ്ട്, മെഡിക്കേഷൻ മാനേജ്മെന്റ് വരുന്നുണ്ട്, പേഷ്യൻസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ ഡിപ്ലോമയില്? പഠിച്ചതല്ലേ? അപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നോക്കിയേ, മെഡിക്കേഷൻ മാനേജ്മെന്റ്, പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡൻസസ്. എന്താ ആ എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് കൃത്യമായ എവിഡൻസിനെ അടിസ്ഥാനമാക്കിയുള്ള രീതികളും മാർഗനിർദ്ദേശങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട് JCA ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ. ഇതെല്ലാം നിറവേറ്റാനായിട്ട് ആര് പ്രതിജ്ഞാബദ്ധരായിരിക്കും? അക്രഡിറ്റേഷൻ, ഈ JCA ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടിയ സ്ഥാപനങ്ങൾ അവരിതെല്ലാം നിറവേറ്റതായിട്ടുണ്ട്. This accreditation standard testimony to our commitment towards patient safety and continuous quality improvement. എന്താ അതുപോലെ തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതൊരു ടെസ്റ്റിമണിയാണ്. എന്തിനെ സാക്ഷ്യം വഹിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ സാക്ഷ്യം വഹിക്കുന്ന? ടു അവർ കമ്മിറ്റ്മെന്റ് അല്ലെ? നമുക്കൊരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ JCA കിട്ടി എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ടെസ്റ്റിമണി അല്ലെങ്കിൽ എന്തിനെ സാക്ഷ്യം വഹിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് നമ്മൾ ആ ഒരു പേഷ്യൻസിന്റെ സുരക്ഷയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റും നടത്തും എന്ന ഒരു പ്രതിജ്ഞാബദ്ധതയാണ് കാണിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആ ഒരു സ്ഥാപനം കൃത്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുന്നുണ്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്, അതിനവർ പ്രതിജ്ഞാബദ്ധരാണ്, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നല്ലേ ഇതിലൂടെ നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ സാക്ഷ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ? ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? ഒന്ന് വേഗം നോക്കാട്ടോ. നോക്കിയേ, ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് JCA എന്താണ്? ഒരു ഓർഗനൈസേഷൻ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്, ഒരു സമഗ്രമായ അക്രഡിറ്റേഷൻ പ്രോസസ് നടത്തുന്നുണ്ടെങ്കിൽ അതിലൂടെ ആ ഓർഗനൈസേഷൻ പാലിക്കുന്ന സ്റ്റാൻഡേർഡുകളും മറ്റ് ആ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആവശ്യകതകളും ഒക്കെ ആ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ പാലിക്കുന്നുണ്ടോ എന്ന് അക്രഡിറ്റേഷൻ പ്രോസസ് വഴി കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞത് എന്തിന് പ്രതീകമാണ്? അവര് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനവർ പ്രതിജ്ഞാബദ്ധരാണ്, അത് അവർ സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അവർ നിറവേറ്റുന്നുണ്ടെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടു ഏൺ ആൻഡ് മെയിൻറ്റെയിൻ ജോയിന്റ് കമ്മീഷന്റെ ഒരു ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ഒരു ഓർഗനൈസേഷന് കിട്ടണമെങ്കിൽ അവര് എന്ത് ചെയ്യുന്ന ഒരു റിഗ്രസ് ആയിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേ, ജോയിന്റ് കമ്മീഷൻ സർവേ ടീം നടത്തുന്ന ആ ഒരു ഓൺസൈറ്റ് സർവേകൾ കണ്ടക്ട് ചെയ്യണം. അതിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് എവറി 3 years ഓരോ 3 വർഷം കൂടുമ്പോഴും അത് റിന്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി JCA കിട്ടുന്ന ആ ഒരു JCA എന്ന് പറഞ്ഞ ബെഞ്ച് മാർക്ക് ഫോർ ക്വാളിറ്റി ഹെൽത്ത് കെയർ വേൾഡ് വൈഡ് ലോകമെമ്പാടുമുള്ള ആ ഒരു ക്വാളിറ്റി ആരോഗ്യ പരിസരത്തിന്റെ ക്വാളിറ്റിയുടെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ മാനദണ്ഡമാണ് JCA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് JCA അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നിറവേറ്റണം? JCA ആ ഒരു ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ, ഫെസിലിറ്റി സേഫ്റ്റി, മെഡിക്കേഷൻ മാനേജ്മെന്റ്, പേഷ്യന്റ് സേഫ്റ്റി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവര് നിർബന്ധമായിട്ട് നിറവേറ്റിയിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എന്തിനെ സ്റ്റാൻഡ് ചെയ്യുന്നു, ഇത് എന്തിനെ സാക്ഷ്യം വഹിക്കുന്നതാണ്? ആ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് സുരക്ഷയും ഉറപ്പുവരുത്തുന്നുണ്ടെന്നാണ് ഇതിലൂടെ അതിന് അവർ പ്രതിജ്ഞാബദ്ധരായിരിക്കും, അവരത് നടപ്പിലാക്കിയിരിക്കും എന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് ഇതിലൂടെ സാക്ഷ്യം വഹിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ഭാഗം. വായിച്ചേയും ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ശരി.
ഹിസ്റ്ററി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, ടൈമില്ലല്ലോ കംപ്ലീറ്റ് ആവാനായിട്ട്. ഹിസ്റ്ററി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരെയുണ്ട്, ഇത് ജെസിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞ ഭാഗമാണ്. അപ്പൊ അവിടെ വരെയൊന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.